കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എത്ര വലിയ മഹാപാപവും ഇങ്ങനെ മാറ്റാം. പാപം ചെയ്യാത്തിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ കാണത്തില്ല അല്ലേ? നടന്നു പോകുമ്പോൾ ഉറുബേ ചവിട്ടിക്ക് വന്നാൽ എന്തുവാ? അതും പാപമാ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഗുണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റൊരാൾക്ക് ദോഷമായിരിക്കും. അതെല്ലാം പാപകർമ്മപ്പെടുന്നതാണ്. ഉറുമ്പിനെ കൊന്നാലും ആടിനെ കൊന്നാലും ഒരേ ജീവാംശം തന്നെ അല്ലേ? ആടിന്റെ ശരീരത്തിലുള്ള ജീവനും ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ജീവനും ഒന്ന് തന്നെ. വലിപ്പ വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പാപങ്ങൾ ചെയ്യാത്ത ആരും തന്നെ കാണില്ല. ഒരുപാട് പേര് മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എത്ര വലിയ മഹാഭാവം ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ വധിക്കുക, ബ്രാഹ്മണനെ ഉപദ്രവിക്കുക, ബ്രാഹ്മണന്റെ സ്വത്തുക്കൾ കവരുക, ബ്രാഹ്മണനെ കൊല്ലുക, ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ വധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹാഭാവങ്ങളിൽ പെടുന്നത്. അങ്ങനെ മഹാഭാവം പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എന്ത് മഹാഭാവം ആയാലും നമുക്ക് പരിഹരിക്കുന്നതിന് അത് പ്രശ്നം കൂടെ നോക്കണം. പ്രശ്നം കൂടെ നോക്കിയതിന് ശേഷം വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 3 വിധത്തിൽ നമുക്ക് എന്ത് മഹാഭാവം പരിഹരിക്കാൻ പറ്റും. 41 ദിവസം രാവിലെ മുങ്ങിക്കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി, പറ്റുന്നെങ്കിൽ ഒരു 3 പ്രാവശ്യം, ഇല്ലെങ്കിൽ 1 പ്രാവശ്യം അങ്ങനെ ശയനപ്രദക്ഷിണം നടത്തണം. ശയനപ്രദക്ഷിണം നടത്തി വന്ന് അവനവൻ തന്നെ ഭസ്മക്കൂളം എന്ന് പറയും. സന്ധ്യയാകുമ്പോൾ ഭസ്മത്തിന്റെ മണമുള്ള കൂവളമുണ്ട്, ഭസ്മം പൊഴിയുന്ന കൂവളമുണ്ട്, പഴക്കം ചെന്ന കൂവളം. അതിൽ കയറുമ്പോൾ കാലും കയ്യുമൊക്കെ മുറിയും. വെട്ടോത്തിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കൈ കൊണ്ട് ഒടിച്ചെടുത്ത കൂവളത്തല കൊണ്ട് മാല കെട്ടി ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ പദയാത്രകളായാലും നൊയമ്പുകളായാലും ഉപവാസങ്ങളായാലും, അതായത് നടന്നൊക്കെ ഒരുപാട് ചെവികളിലൊക്കെ പോകാറില്ലേ? അതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുക. അപ്പം നമ്മൾ ആ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആ മരത്തെ കയറുമ്പോൾ ചിലപ്പോൾ കൈയും കാലും ഒക്കെ മുറിയും. അതൊക്കെ നമ്മുടെ പാപങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഒരു മരത്തെ കയറാൻ അറിയത്തില്ല, ഇപ്പം എന്ത് ചെയ്യാനാ? ഒരു തോട്ടി ഉണ്ടാക്കി തോട്ടി വെച്ച് ഒടിച്ചാലും മതി. ഇരുമ്പ് തോട്ടി ആവരുതെന്നുള്ളതേ ഉള്ളൂ. ഇരുമ്പ് അറ്റത്ത് വെച്ച് കെട്ടാനും പാടില്ല. അതുകൊണ്ട് ഭഗവാന് 41 ദിവസം അങ്ങനെ മാല ചാർത്തി ഭഗവാന് രുദ്ര മന്ത്രാർച്ചന, ശ്രീരുദ്ര കവച മന്ത്രമാകാം, അതുകൊണ്ടൊക്കെ അർച്ചന നടത്തി പ്രാർത്ഥിക്കുക. 1ാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. 2ാമത് ചെയ്യേണ്ടുന്ന കാര്യം 12 ബ്രാഹ്മണർക്ക്, അത് ഞാനീ പറയുന്ന കാര്യം കുറച്ച് എക്സ്പെൻസീവ് ഉള്ള കാര്യമാണ്. 12 ബ്രാഹ്മണർക്ക് കാല് കഴിച്ചുവിട്ട് 12 വിധത്തിലുള്ള ദാനങ്ങൾ ചെയ്യുക. ദ്വാദശനാമ മഹാവിഷ്ണു പൂജ ചെയ്യാം. ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഒരുപാട് പൗർണ്ണമുള്ളവരാണെങ്കിൽ 1 വർഷം ഗണപതി ഹോമം ചെയ്യാം. ഗണപതി ഹോമത്തിനകത്ത് ഓരോ മാസവും അവൻ്റെ നാളിനാവാം, 1-ാം തീയതി ആവാം, ഏറ്റവും കുറഞ്ഞ ഒരു 1008 സംഖ്യ സുഹൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടുക. അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഘടകം. അതിലൊരു ഘടകം തന്നെയാണ് ഈ പറഞ്ഞ പാപവിഷയം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 വർഷത്തേക്ക് ഗായത്രി മന്ത്രം കൊണ്ട് ഇത്രയും സംഖ്യ നെയ്യ് ഹോമിക്കുക. 1 പ്രാവശ്യമായിട്ടായാലും ഒരുപാട് ബ്രാഹ്മിൺസിനെ കൂട്ടിയിട്ട് കലഴിച്ചൂട്ടൊക്കെ നടത്തുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേരെ കൂട്ടി സംഖ്യ കൂട്ടി 1 പ്രാവശ്യമായിട്ടും ഈ സുഹൃത ഹോമം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പാപദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് 108 ശിവാലയ ദർശനം, പ്രധാനപ്പെട്ട 108 ശിവാലയങ്ങൾ സന്ദർശിച്ചു വരിക. അതുപോലെ തന്നെ നമുക്കിപ്പം ശിവരാത്രി വരികയാണല്ലോ. ശിവരാത്രിക്ക് ഒരാഴ്ച മുമ്പ് തൊട്ടേ 1 നേരം ആഹാരം, ഒറ്റ നേരം ആഹാരം, അങ്ങനെ ശിവരാത്രിയുടെ അന്ന് വരെ നമുക്ക് മിതമായ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക. അതുപോലെ അവനവൻ കാവി വസ്ത്രധാരിയായിട്ട് പോവുക. പറ്റുമെങ്കിൽ ശിവരാത്രിക്ക് കാവടി എടുക്കുക, കാളെ വലിക്കാൻ പോവുക. ശിവരാത്രിക്ക് വീട്ടിൽ ഭസ്മം ചുട്ടെടുക്കുക. ആ ചുട്ടെടുത്ത ഭസ്മനിർമ്മാണ വിധിയൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ഭസ്മനിർമ്മാണ വിധി പ്രകാരം ഭസ്മം ഉണ്ടാക്കി 1 വർഷക്കാലം ആ ഭസ്മം തൊടുക. രാവിലെ കുഴച്ച് ത്രിപുണ്ഡ്രവുമായിട്ടും വൈകിട്ട് കുഴയ്ക്കാതെയും, പ്രത്യേകിച്ച് ഈ ത്രയോദശി ദിവസങ്ങളിൽ, അതായത് പ്രദോഷത്തിനാണ് ത്രയോദശി എന്ന്, പ്രദോഷ ദിവസങ്ങളിൽ വൈകിട്ട് നനച്ചും തൊട്ട് ശിവക്ഷേത്രത്തിൽ അത്താഴ പൂജ കണ്ട് തൊഴണം. ഇതൊക്കെ എത്ര വലിയ മഹാഭാവങ്ങളെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രശ്നം നോക്കണം. പ്രശ്നം നോക്കി ഏത് വിധത്തിലാണെന്നുള്ള പാപങ്ങളുടെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൂടെ ചെയ്തിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ. തീർച്ചയായിട്ടും അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.